ഇവിടുന്ന് പോയവരൊക്കെ പോകുമ്പോൾ അത്ര ദേഷ്യമൊന്നും ഉണ്ടായിരുന്നുള്ളവരല്ല. പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എല്ലാവർക്കും ദേഷ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവരും ദേഷ്യമാണ്. അഭിലാഷ് പറയണം, ഞാൻ നിൻ്റെ അടുത്ത് അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ലേ? നീയാ ഉണ്ണിലേട്ടൻ, ലക്ഷ്മി അവരൊന്നും എന്നോട് അങ്ങനെ കാണിക്കുന്നില്ല. ലക്ഷ്മിയൊന്നും കാണിക്കുന്നില്ല. പ്രവീൺ, മസ്താനി, ഇപ്പോൾ പോയ സാബുമോൻ ഇവരൊന്നും എന്നോട് ഒരിതും കാണിക്കുന്നില്ല. ജിഷൻ ചേട്ടൻ, മുൻഷി ചേട്ടൻ ഇവർക്കൊന്നും എന്നോട് ദേഷ്യമില്ല. പക്ഷേ ഗേൾസ് മൊത്തം കംപ്ലീറ്റ് ഗേൾസ് എന്നോട് ദേഷ്യമാണ്. ഞാൻ നോക്കിയിട്ട് ഇവിടെ ബിഗ് ബോസ് തന്നെ പറഞ്ഞതാണ്, നമ്മൾ ചെന്നാൽ അവിടെ നിൽക്കുന്നവരെ സപ്പോർട്ട് ചെയ്യണം, എല്ലാവർക്കും നല്ല ഒരു ഇത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അകത്തോട്ട് കയറ്റി വിടുന്നത് തന്നെ. ഇവരെല്ലാവരും എന്താ ഇങ്ങനെ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് അഭിലാഷ് പറയുന്നു. എല്ലാവരെയും മോട്ടിവേഷൻ ചെയ്യുക, നമുക്ക് ഇഷ്ടപ്പെടുന്നവരെ കുറച്ച് കൂടുതൽ മോട്ടിവേഷൻ ചെയ്യുക, അത് ആ ഒരു ഇതിനാണ് നമ്മളിങ്ങോട്ട് കയറ്റി വിടുന്നത്. അതാണ് നമ്മൾ വരുന്നതിൻ്റെ ഒരു ലക്ഷ്യം. ബിഗ് ബോസ് തന്നെ പറഞ്ഞിട്ട് അവർക്ക് കോൺഫിഡൻസ് കൊടുക്കാനാണ് നിങ്ങളെ അകത്തോട്ട് വിട്ടതെന്ന്. എനിക്ക് സത്യത്തിൽ ഒരു സമാധാനമില്ല. ഇല്ല വന്നു കഴിഞ്ഞാൽ എൻ്റെ സമാധാനം മൊത്തം പോയെന്ന് അനുമോള് പറയുന്നു. കുഴപ്പമില്ല, നീ ഇത്രയും നാൾ നിന്നില്ലേ, ഇനി ഒരു 2 ദിവസമല്ലേ, അതും കൂടെ നീ നല്ലോണം പിടിച്ച് നിൽക്കുമെന്ന് അഭിലാഷ് പറയുന്നു. ഇപ്പം ഗെയിമൊക്കെ തീർന്നില്ലേ, ഇപ്പം നിങ്ങൾ ഇതുവരെ കളിച്ചതിൻ്റെ ഒരു ഇതുമാണ് ഓഡിയൻസ് എടുക്കുന്നത്. പിന്നെ ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ആണെങ്കിൽ ഇതും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അത്രയും വിചാരിച്ചാൽ മതി നീ. അനുമോള് പറയാം, ചില ആൾക്കാർ സ്വയം ഒരു ചീത്തപ്പേർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ വന്നിട്ട് പുറത്തുനിന്ന് വന്ന് ഇവിടെ വന്നിട്ട് അവർ തന്നെ സ്വയമായിട്ട് ചെളിവാരി എറിയത്തില്ല, ചീത്തപ്പേരൊക്കെ ഉണ്ടാക്കത്തില്ല, അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചില ആൾക്കാരെന്ന് അനുമോള് പറഞ്ഞു. അനുമോൾ അത്ര കറക്റ്റായിട്ടാണ് ഈ ആൾക്കാരെ പഠിച്ചത്. അറിയാത്തത് കൊണ്ടാണോ അവരതേപ്പറ്റി ചിന്തിക്കാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. നീ അതൊന്നും തിങ്ക് ചെയ്യണ്ട, നീ തിങ്ക് പോസിറ്റീവ്, മുന്നോട്ട് പോ, അത്രയേ ഉള്ളൂ എനിക്ക് പറയാനെന്ന് അഭിലാഷ് പറയുന്നു. നീ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, മുന്നോട്ട് പോവുക. 100 ദിവസം നിസ്സാര കളിയല്ല ഇവിടെ നിൽക്കുക എന്ന് വെച്ചാൽ എന്ന് അഭിലാഷ് പറയുന്നു. നീ ഹാപ്പി ആയിട്ടിരിക്കുന്നു പറയുന്നു. പുറത്ത് പോയിട്ട് വന്നവർ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്ത മോശമാണെന്ന് അഭിലാഷ് പറയുമ്പോൾ അനുമോള് പറയാം, ആരൊക്കെയാണ് കാണിക്കുന്നതെന്ന് അറിയോ? ബിൻസി, അപ്പാനി, സരിക ചേച്ചി, ആര്യൻ, ജിസേലും ഉണ്ട്, ചെറുതായിട്ടൊരു കുത്തൊക്കെ ഉണ്ട്. പിന്നെ ആരാ ഉള്ള ആ ഗ്യാങ് ഫുള്ള് പറയാണ്. അപ്പോൾ ആ ഗ്യാങ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അക്ബറിൻ്റെ ടീം എല്ലാവരെയും അനുമോള് പേരെടുത്ത് പറയുന്നുണ്ട്. പിന്നെ ചിലരുടെ പേര് അനുമോള് വിട്ടുപോയതാ, അവരും ഉണ്ട് കേട്ടോ. സാഹുമോനൊന്നും പറയുന്നില്ലെന്ന് പറയുന്നു. സാഹുമോൻ ഇപ്പോൾ പോയതല്ലേ ഉള്ളൂ. ഇന്നലെ എവിക്ഷൻ നടന്നില്ല. എവിക്ഷൻ നടന്ന സമയത്ത് ഞാൻ നിങ്ങളെല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ അവരെന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാനിങ്ങനെ നോക്കിയപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അനുമോള് പോവില്ല. എനിക്കറിയാൻ പോകില്ലെന്ന്. പക്ഷേ അതിനകത്ത് ചെറുതായിട്ടൊരു റെഡ് കണ്ടപ്പോൾ ഞാനൊന്ന് പേടിച്ച്, പറയാൻ പറ്റില്ലല്ലോ എന്ന്. കഴിഞ്ഞ എവിക്ഷനെ ആതിര പോകില്ലെന്ന് എനിക്കറിയായിരുന്നു. കാരണം നൂറ വന്നില്ലല്ലോ, നൂറയുടെ വോട്ട് ആതിരയ്ക്ക് ചെല്ലും. പിന്നെ ഉള്ളത് നെവിനും സാവുമോനും. അനുമോൾ എത്ര കറക്റ്റായിട്ടാണ് ഓരോരുത്തരുടെ ഇത് പറയുന്നത്. അതിനൊക്കെ ഞാൻ എല്ലാവരെയും നോക്കി ആരൊക്കെയാണ് ആത്മാർത്ഥതയോടെ നിൽക്കുന്നതെന്ന്. എനിക്ക് അപ്പം തന്നെ മനസ്സിലായി, എല്ലാവരുടെയും മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലായി. ഇവരൊക്കെ എന്താ പറയുക, ഉള്ളിലൊന്ന് വെച്ചിട്ട് പുറമേ ഒരു അഭിനയിച്ച് നിൽക്കുകയാണ്. ഒത്തിരി പേരും അങ്ങനെയാണ്. എനിക്കത് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. എനിക്കിപ്പോൾ തോന്നുന്നത് ഈ വന്ന 25 പേരുടെ മുമ്പിലും കരയാൻ നിൽക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോഴേക്ക് അവരിയ്ക്കുന്നിടത്തോട്ട് ലക്ഷ്മി വരുന്നുണ്ട്. ലക്ഷ്മിയും വന്ന് അവരുടെ കൂട്ടത്തിലിരുന്നു. ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ കരഞ്ഞ്. അപ്പോൾ ലക്ഷ്മി പറയുന്നത്, അത് നമ്മൾ കരയാൻ വേണ്ടി കരയുന്നില്ലല്ലോ, അത് നമ്മുടെ ആ ഇമോഷനൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടം വരുന്നില്ലേ, അത് ആ മൂമെൻറ്റ്സും മെമ്മറിയൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. എനിക്കൊരു സന്തോഷം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇവരുടെ അടുത്തൊക്കെ പോയിരുന്ന് കോമഡിയൊക്കെ പറയുന്നത്. ഞാനിങ്ങനെ നോക്കും എവിടെ പോയിരുന്നാലും എനിക്ക് ഹാപ്പിനെസ് കിട്ടുമെന്ന്. അഭിലാഷ് പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ഈ പോയതിൽ ഭൂരിഭാഗം പേരും നിന്നെ ടാർഗറ്റ് ചെയ്യാനായിട്ടായിരിക്കും വരുന്നത്. ലക്ഷ്മി പറയുന്നത്, അത് ശുദ്ധ മണ്ടത്തരമല്ലേ അവർ ചെയ്യുന്നത്. തോൽവി എന്ന് പറയുന്ന ഒരു സാധനം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തോ പറഞ്ഞിട്ട് എന്തോ. അപ്പോൾ അഭിലാഷ് പറയുന്നത് ബോധമില്ലായ്മയാണ്, വേറൊന്നുമല്ല. അപ്പോൾ ലക്ഷ്മി പറയുന്നത്, അവരത് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുക. സത്യമല്ലേ, പുറത്തുപോയി അത്രയും വീഡിയോ കണ്ടിട്ട് വന്നിട്ട് ഇവരൊക്കെ മാറിയില്ലെങ്കിൽ ഇനി എന്ന് മാറാനാ. അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.